ഒടുവിൽ അതും സംഭവിച്ചു. അന്നപൂരണി സിനിമയുമായി ബന്ധപ്പെട്ട വൻ വിവാദത്തിൽ ജയ് ശ്രീറാം എന്ന തലക്കെട്ടിൽ തെന്നിന്ത്യൻ താരം സാക്ഷാൽ നയൻതാരയുടെ മാപ്പും പുറത്തു വന്നിരിക്കുന്നു. താനും ഒരു വിശ്വാസിയാണ്. അന്നപൂരണി സിനിമയിലൂടെ ആരുടെയും വിശ്വാസത്തെ വ്രണപ്പെടുത്തുവാനുള്ള ശ്രമം ബോധപൂർവം നടത്തിയിട്ടില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കിട്ട കുറിപ്പിലാണ് താരം വിശ്വാസികളോട് മാപ്പ് പറഞ്ഞിരിക്കുന്നത്. തിയേറ്ററിൽ സെൻസർ ബോർഡ് അനുമതിയോടെ റിലീസ് ചെയ്ത ചിത്രം OTT-യിലെത്തുമ്പോൾ വിവാദമുണ്ടാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും നയൻതാര തന്റെ കുറിപ്പിൽ പറയുന്നു. ചിത്രത്തിലൂടെ പോസിറ്റീവായ സന്ദേശം നൽകാനാണ് ശ്രമിച്ചത്. എന്നാൽ അത് ചിലരുടെ മനസ്സിനെയെങ്കിലും വേദനിപ്പിച്ചുവെന്ന് ഇപ്പോഴറിയുന്നു. അങ്ങനെ ചെയ്തത് ഒരിക്കലും മനഃപൂർവ്വമായല്ല. സെൻസർ ചെയ്ത് തിയേറ്ററുകളിൽ നേരത്തെ പ്രദർശിപ്പിച്ച ചിത്രം OTT പ്ലാറ്റ്ഫോമിൽ നിന്നും നീക്കം ചെയ്യുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. താനും തന്റെ ടീമും ആരുടെയും വികാരം വ്രണപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചിട്ടില്ല. എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണിതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആരാധനാലയങ്ങളും സന്ദർശിക്കുന്ന താൻ മനഃപൂർവ്വം ഇങ്ങനെയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഞാൻ നിങ്ങളുടെ വികാരങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. മറ്റുള്ളവരെ കൂടി പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അന്നപൂർണയുടെ യഥാർത്ഥ ലക്ഷ്യം, അല്ലാതെ കുറ്റപ്പെടുത്തലല്ല. പോസിറ്റീവ് ചിന്തകൾ പ്രചരിപ്പിക്കുവാനും മറ്റുള്ളവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കുവാനും മാത്രമാണ് ഈ 20 വർഷത്തെ സിനിമാ യാത്രയുടെ ഉദ്ദേശമെന്ന് ഒരിക്കൽ കൂടി ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലാണ് നയൻതാരയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. സി സ്റ്റുഡിയോസ്, നാറ്റ് സ്റ്റുഡിയോസ്, ട്രിഡന്റ് ആർട്സ് എന്നീ പ്രൊഡക്ഷൻ ഹൗസുകൾ സംയുക്തമായി നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നീലേഷ് കൃഷ്ണയാണ്. പാചക വിദഗ്ധയാകുവാൻ ആഗ്രഹിക്കുന്ന ക്ഷേത്ര പൂജാരിയുടെ മകൾ അന്നപൂരണി രംഗാധരൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ നയൻതാര അവതരിപ്പിച്ചിരിക്കുന്നത്. ഡിസംബർ 1 തിയേറ്ററിൽ റിലീസ് ചെയ്യുകയും 29 നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുകയും ചെയ്ത ചിത്രം ഹിന്ദു വികാരം വ്രണപ്പെടുത്തിയെന്നാണ് പരാതി. മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു സംഘടനകൾ പരാതി നൽകുകയും ചെയ്തിരുന്നു. നയൻതാര കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച അന്നപൂരണിക്കെതിരെ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ശക്തമായതോടെ നെറ്റ്ഫ്ലിക്സ് ചിത്രം നീക്കം ചെയ്യേണ്ടി വന്നു. നെറ്റ്ഫ്ലിക്സ് ചിത്രത്തെ നീക്കം ചെയ്തതോടെ ഒരു വിഭാഗം ആളുകൾ നെറ്റ്ഫ്ലിക്സ് നടപടിയെ അനുകൂലിച്ച് രംഗത്തെത്തി. എന്നാൽ മറ്റൊരു വിഭാഗം നെറ്റ്ഫ്ലിക്സിന്റെ ഈ തീരുമാനത്തെ പരിഹസിക്കുകയാണ്. സിനിമയിലൂടെ ശ്രീരാമനെ മോശമായി ചിത്രീകരിക്കുകയും ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തെന്നും ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തിയെന്നുമാണ് ചിത്രത്തിനെതിരെ ഉയർന്ന പ്രധാന ആരോപണം. സംഭവം വിവാദമായതോടെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നയൻതാര ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു.